ഹലോ എവ്രി വൺ. ആൻജോൺ ലേണിംഗിന്റെ കോൺസെപ്റ്റ് സീരീസിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് എക്സാംസിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ പോകുന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് FDIയിലേക്ക് ആദ്യം കടക്കാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. സോ എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്? ഒരു പെർട്ടിക്കുലർ ഫോറിൻ കമ്പനി നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിയിൽ വന്നിട്ട് ആ ഇന്ത്യൻ കമ്പനിയുടെ ഓണർഷിപ്പ് സ്റ്റേക്ക് വാങ്ങുവാണ്. അതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോറിൻ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഓണർഷിപ്പ് സ്റ്റേക്ക് വാങ്ങുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ഫോറിൻ കമ്പനി ഉണ്ട്. ഈ ബി എന്ന് പറയുന്ന ഫോറിൻ കമ്പനി എ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി നല്ല രീതിയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോവുകയാണ്. അപ്പൊ ബി എന്ന് പറയുന്ന ഫോറിൻ കമ്പനി എയുടെ 50% ഓണർഷിപ്പ് വാങ്ങുവാണ്. ഓക്കെ, അപ്പൊ അവര് ആരായി? എയും ബിയും പാർട്ട്നേഴ്സ് ആയില്ലേ? അപ്പൊ ഈ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിക്ക് എയുടെ ഡിസിഷൻ മേക്കിങ്ങിൽ കൺട്രോൾ ഉണ്ട്, ബിക്ക് എയുടെ ഓപ്പറേഷൻസിൽ കൺട്രോൾ ഉണ്ട്, അഡ്മിനിസ്ട്രേഷനിൽ കൺട്രോൾ ഉണ്ട്. ഇങ്ങനെ എ എന്ന് പറയുന്ന രീതിയിൽ എ എന്ന് പറയുന്ന കമ്പനിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും എന്തിന് ഒരു റോള് വരും? ബിക്ക് റോൾ വരും. ബിക്കോസ് അവരിപ്പോ പാർട്ട്നേഴ്സ് ആയി. ഈ 2018 വാൾമാർട്ട് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ഇതുപോലെ ഫ്ലിപ്കാർട്ടിന്റെ 77% ഓണർഷിപ്പ് അല്ലെങ്കിൽ ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഓണർഷിപ്പ് ഡയറക്ട്ലി വാങ്ങുന്നതിനെയാണ്, അങ്ങനെ പാർട്ട്നേഴ്സ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് ഓഫ് ദ ടൈം എന്താണ്? ലോങ് ടേം ആണ് അല്ലെ? ലോങ് ടേമിലാണ് നമ്മൾ പാർട്ട്നേഴ്സ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഓണർഷിപ്പ് സീക്ക് ചെയ്യുന്നത്. സോ ഇതൊരു ലോങ് ടേം ആണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് അഥവാ FPI? FPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ FDI അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെയല്ല. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ വരുന്ന ഫോറിൻ കമ്പനി ഓൺലി ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത്. ഈ വരുന്ന ഫോറിൻ കമ്പനിക്ക് ഇന്ത്യൻ കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിലോ ഓപ്പറേഷൻസിലോ ഒന്നും ഒരു റോളും ഇല്ല. അവര് ജസ്റ്റ് അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർ എന്തിനു മാത്രമാണ് വരുന്നത്? അവര് പ്രോഫിറ്റ് മാത്രമാണ് ഉദ്ദേശിച്ചിട്ട് വരുന്നത്. അപ്പൊ ഇത് ഷോർട്ട് ടേമിലാവാം, ലോങ് ടേമിലാവാം, അങ്ങനെ പല രീതിയിലാവാം. പക്ഷെ ഇവർക്ക് ഡിസിഷൻ മേക്കിങ്ങിലൊന്നും ഒരു റോളും ഇല്ല, അവർക്കൊരു ഓണർഷിപ്പും ഈ ഒരു കമ്പനിയിലില്ല. ഇതിനെയാണ് നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് അഥവാ FIIയും ഫോറിൻ ഇൻവെസ്റ്റർ അഥവാ FIയും. ഇത് നമ്മുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിന്റെ അഥവാ ഫോറിൻ FPIയുടെ രണ്ട് കാറ്റഗറീസ് ആണ്. ഇപ്പൊ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ആ ഒരു നെയിം സജസ്റ്റ് ചെയ്യും പോലെ തന്നെ ബിഗ് ഫൈനാൻഷ്യൽ കമ്പനീസ് ആണ് ഇവിടെ FIIയിൽ വന്നിട്ട് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ബിഗ് ഫൈനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുമ്പോൾ അതർ കൺട്രീസിലെ പെൻഷൻ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇങ്ങനത്തെ ബിഗ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും FIIയിൽ വരുന്നുണ്ടാവുക. പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന FIയിൽ വരുന്നത് ഒന്നുകിൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും അല്ലെങ്കിൽ സ്മോൾ കമ്പനീസ് ആയിരിക്കും ഇതിന്റെ കീഴിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ FIIയും FIയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് എക്സാംസിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്സിറ്റ്, അതായത് ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന കമ്പനീസിന്റെ എക്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ FDI വഴി, അതായത് ഓണർഷിപ്പ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിറ്റ് എന്ന് പറയുന്നത് ഈസിലി പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇൻവെസ്റ്റ് മാത്രം ചെയ്യാൻ വരുന്നത് FPIയുടെ കീഴിലാണെങ്കിൽ എക്സിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി പോസിബിൾ ആണ്. ഈ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്, അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.